ഒരുപാട് ആൾക്കാർ വിചാരിക്കുന്നത് ഈ പണമില്ലാത്ത ഒരവസ്ഥയാണ് ദാരിദ്ര്യം എന്നുള്ളതാണ്. സത്യത്തിൽ അങ്ങനെയല്ല. ഈ ദാരിദ്ര്യം എന്നത് ഒരു മാനസികാവസ്ഥയാണ്. ഒരു കൂട്ടം ശീലങ്ങളും ഒരു പ്രത്യേക ജീവിതശൈലിയും കൈമുതലാക്കിയവരാണ് ജീവിതത്തിൽ എന്നും ദരിദ്രരായി ജീവിക്കുന്നത്. നമ്മളിലൊക്കെ അത്തരത്തിലുള്ള സ്വഭാവങ്ങൾ ഉണ്ടാകാം. ഇനി മറ്റു ചിലർ പറയുന്നത് നിങ്ങൾ കഠിനാധ്വാനം ചെയ്യൂ, സമ്പന്നരാകൂ എന്നാണ്. അങ്ങനെയാണെങ്കിൽ പാടത്തും പറമ്പത്തും ഒക്കെ ജോലി ചെയ്യുന്ന കർഷകരും കർഷക തൊഴിലാളികളും നമ്മുടെ ഈ പാറക്കൂറിയിലൊക്കെ ജോലി ചെയ്യുന്നവരൊക്കെ എന്നേ കോടീശ്വരന്മാരായി മാറിയേനെ. പക്ഷേ അവരിന്നും ദരിദ്രരായി തന്നെ ജീവിക്കുന്നു. പണം നിങ്ങൾക്ക് വരുന്നതിനനുസരിച്ച് പണത്തെ പെരുപ്പിക്കുവാൻ കഴിയുന്നവനാണ് സമ്പന്നനായി മാറുന്നത്, നിക്ഷേപങ്ങളിലൂടെയും മറ്റ് വ്യവസ്ഥകളിലൂടെയും. വരുന്ന പണത്തെ ചിലവഴിക്കുകയും അതിന് തികയാതെ വരുമ്പോൾ കടം വാങ്ങുകയും കടം വാങ്ങി ചിലവഴിക്കുകയും ചെയ്യുന്നവന് ഇനി എത്ര വരുമാനമുണ്ടായാലും അത് ചിലവായി തന്നെ പോകുന്നു. പണത്തെ എങ്ങനെ നിങ്ങൾക്ക് വലിയ തോതിൽ വർദ്ധിപ്പിക്കാമെന്നുള്ള സിസ്റ്റത്തിലൂടെ ആ സിസ്റ്റം നമുക്ക് മനസ്സിലാക്കുവാനും പഠിക്കുവാനും നമുക്ക് കഴിയാത്തതുകൊണ്ട് നമ്മുടെ ലോകത്ത്, നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ വരുമാനമുണ്ടെങ്കിലും അവർ ദരിദ്രരായി തന്നെ ജീവിക്കുന്നു. സാധാരണ പാവപ്പെട്ടവൻ നിക്ഷേപിക്കുന്നതിന് മുമ്പ് ചിലവഴിക്കുന്നവരാണ്. സമ്പന്നരാകാൻ ആഗ്രഹിക്കുന്നവർ നിക്ഷേപിച്ചതിന് ശേഷം അതിൽ നിന്ന് കിട്ടുന്ന ലാഭം കൊണ്ട് അവരുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നവരുമാണ്.